മുത്തശ്ശൻ ബൗണ്ടറി. അതാണ് വീടിൻ്റെ പ്ലോട്ട്. അപ്പോൾ അവിടെ ഒന്നും നട്ടിട്ടില്ല. അല്ലാണ്ട് എല്ലാം ഇലങ്ങി, പൊങ്കം, പലവിധ സാധനങ്ങളും നട്ട് വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഒരു ഉറവ. ആ പ്ലോട്ട് അവിടെയാണ് ഹൗസ്. പ്ലാവിൻ്റെ അതിലേക്ക് നേരെ നല്ല വെള്ളം നോക്ക്. മഴ പെയ്തിട്ട് നല്ല ഉഗ്രൻ വെള്ളമാണ്. ഇത് അപ്പുറത്തെ പറമ്പാന്നേ ഉള്ളൂ. അത്യാവശ്യത്തിന് വേണേൽ നമുക്ക് ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് ഹോസ് ഇട്ടിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യും. ഇങ്ങനെ ഹൈറ്റിലേക്ക് വരാം. ഇതൊക്കെ താഴ്ച. ഹൗസ് പ്ലോട്ട്. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഇവിടെയൊക്കെ അടുത്ത പ്രാവശ്യം ക്ലിയർ ചെയ്യണം. അതിൻ്റെ പാറയാണ് അവിടെ, അതുകൊണ്ട് അങ്ങനെ അധികം ചെയ്തിട്ടില്ല. ഇങ്ങനെ പോയി അത് ബൗണ്ടറി. ഇവിടെയൊക്കെ മരം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ മരങ്ങൾ. ആഹാ, ഇവിടെയൊക്കെ ഹോസ് ഇട്ടാൽ വെള്ളം അടിക്കാം. ഇതാണ് നമ്മളെ എന്താ വെള്ളം പോകുന്നുണ്ട്. ഇപ്പം മഴ പെയ്തപ്പം ഇവിടെയൊക്കെ കൂടുതൽ തേക്ക്, മഹാഗണി, ഈട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇവിടെ പാറയാണ്, വലിയ പാറ. ഇവിടുന്നാണ് നമ്മളെ ബാംബു സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയൊക്കെ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ? മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും. ആണ് ബാംബു. ബാംബു ഇവിടം വരെ പോയി. ഇവിടെ പാറക്കല്ലാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതാണ് റോഡ് വരുന്നത്. അങ്ങനെയാണ് ബാംബു ഉണ്ടോ. ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് താഴെ വരെ ബാംബു ആണ് ബേസിക്കലി.
കുറച്ചിറങ്ങട്ടെ. ഇതിലാണ് പണ്ട് ആൻ്റണി റോഡ് ഉണ്ടാക്കാൻ നോക്കിയത്, പാറ പൊട്ടിച്ചിട്ട്. പക്ഷേ അതിപ്പോൾ എക്കോസിഷനിൽ കുറേയൊക്കെ അവർ തന്നെ പൊട്ടിക്കും. അപ്പം ഈ സ്ഥലം ഹൈറ്റിലേക്ക് വരും ബേസിക്കലി. ഇത് ഒക്കെ വാക്കിംഗ് ട്രെയിൽ. നമ്മളെ കാറിൻ്റെ റോഡ് പോകുന്ന അതിൻ്റെ ഈ കാടിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ്. ഇപ്പോൾ ഇവിടെയൊന്നും കാട് വെട്ടിയിട്ടില്ല ഇപ്രാവശ്യം. അടുത്ത കൊല്ലം ഈ സ്ഥലം ഫുൾ പ്ലാൻ ചെയ്ത് റെഡിയാക്കണം, ഈ ഏരിയ ഒക്കെ. ഇക്കൊല്ലം പിന്നെ നമ്മൾ മേലെയാണ് ഫുൾ ഫോക്കസ് ചെയ്തത്. ഫ്രൂട്ട് ട്രീസൊക്കെ കൂടുതലും ഇവിടെ ചെയ്യണ്ട. പാറ നമ്മൾ നേരത്തെ അവിടെ നിന്ന പോയിൻ്റ് അതിൻ്റെ പാറേൻ്റെ മേലെ. ഇവിടെ വന്ന് തൽക്കാലം ബാമ്പു ഇവിടെ നിൽക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പുതിയ റോഡ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങോട്ട് നിർത്തിയതാണ്. അപ്പം അവിടെ ഗേറ്റ് വന്ന് ഈ റോഡിൽ കണക്ട് ചെയ്യും ബേസിക്കലി ഇങ്ങനെ അതിലേക്ക്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു വി ഉണ്ട്, ഇവിടെയും ചെടികൾ നടണം. ഇവിടെ അതുപോലെ കല്ല് പതിച്ച് റോഡ് കർവ് ചെയ്തെടുക്കണം അടുത്ത കൊല്ലത്തിന് മുമ്പേ. അപ്പോൾ അതുപോലെ ഈ ഏരിയയും ഈ ഒരു വി ഉണ്ട് ഉണ്ടോ, അവിടുന്ന് ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോയി ആ പാറ വരും. അപ്പോൾ ആ ഒരു വീയിലും ചെടി നടണം. പിന്നെ ആ പോയിന്റിലിട്ട് നമുക്ക് ആ ഔട്ട് ഹൗസ് എന്താണ് ഈ തൽക്കാലമുള്ള ഒരു ഇത് ചെയ്യാം. പിന്നെ ലേറ്റർ ഓൺ ഇവരെന്താണ് ഗേറ്റ് കീപ്പേഴ്സ് ക്വാർട്ടേഴ്സ് പോലെ അങ്ങനെ. അപ്പോൾ അതാണ് അതാ. പിന്നെ അതല്ലാണ്ട് ബാമ്പു ഇവിടെയും നട്ടിട്ടുണ്ട്. അപ്പം മൂത്തച്ഛൻ്റെ പറമ്പിലേക്ക് വന്നു. അപ്പം അതിൽ അങ്ങനെ പോയി അവിടെ വരെ ഇവിടെയും ബാമ്പു നട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബാമ്പു നട്ട് അവിടെ വരെ ആറ്റം വരെ അങ്ങനെ. അതാണ് ഇപ്പോഴത്തെ നമ്മൾ ചെയ്ത പണി.